നമ്മൾക്ക് സ്വപ്നക്കൂട് സീസൺ 5-ൽ വാസ്തു കാണാം. ഇന്നത്തെ കാലത്തൊരു വീട് വയ്ക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസകരമായ കാര്യം തന്നെയാണ്. അത് സ്വപ്നം തന്നെയാണ്. കാരണം ഒന്ന്, നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലം കിട്ടുന്നില്ല. രണ്ട്, വയൽ നികത്തിയ അല്ലെങ്കിൽ പാടങ്ങൾ നികത്തിയ ലാൻഡുകളാണ് നമുക്ക് കിട്ടാറുള്ളത്. അല്ലെന്നുണ്ടെങ്കിൽ കുഴികളാണ് നമുക്ക് കിട്ടാറുള്ളത്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ സിറ്റി വിട്ട് മാറിപ്പോകേണ്ടിയിരിക്കുന്നു. അങ്ങനെ പോകുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. ചിലപ്പോൾ ഒരു പുഴ അടുത്തൂടെ പോകാം, ചിലപ്പോൾ ക്ഷേത്രങ്ങൾ എൻ്റെ നടയിൽ കൂടി ഉണ്ടാകാം. ഇപ്പോൾ പിന്നെ ചില അട്രാക്റ്റീവ് ടേംസ് ഉണ്ട്, ലേക്ക് വ്യൂ, സീ വ്യൂ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതെല്ലാം ചില വീടുകൾ വയ്ക്കുമ്പോൾ അത് ദോഷകരമായി തന്നെ ഉണ്ടാകാറുണ്ട്. ലേക്ക് വ്യൂ റിസോർട്ടാകാം, സീ വ്യൂ റിസോർട്ടാകാം. കാരണം നമ്മൾ കൂടുതൽ കാലം അതിനകത്ത് തങ്ങുന്നില്ല. 1-2 ദിവസം തങ്ങിയിട്ട് പോകുന്നത് കൊണ്ട് പ്രശ്നമില്ല. പക്ഷേ പെർമനൻ്റായിട്ട് ഒരു ലേക്ക് വ്യൂ അല്ലെങ്കിൽ സീ വ്യൂ ഫ്രണ്ടിലോട്ട് താമസിക്കുമ്പോൾ അതിൻ്റേതായ ദോഷങ്ങൾ വാസ്തുപരമായും സയൻറ്റിഫിക്കായിട്ടും ഉണ്ടാകാറുണ്ട്. ചിലർ പഴയ വീട് വാങ്ങിച്ച് പൊളിച്ചിട്ട് തറമട്ടമാക്കി പുതിയ വീട് വയ്ക്കുന്നവരുണ്ട്. ചിലപ്പോൾ പഴയ വീടിനെ മോഡിഫൈ ചെയ്ത് പുതിയ വീടാക്കി എടുക്കുന്നവരുമുണ്ട്. ഇവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പഴയ വീടിനെ നാം വിലയ്ക്ക് മേടിച്ച് അത് പുതുക്കുകയാണെങ്കിൽ ആദ്യത്തെ ഒരു ഓപ്ഷൻ പഴയ വീടിനെ കംപ്ലീറ്റ് ഡിമോളിഷ് ചെയ്യുക. ഡിമോളിഷ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിനകത്തുണ്ടായിരുന്ന ഫൗണ്ടേഷൻ സ്റ്റോൺ, ഫൗണ്ടേഷനിൽ ഇറക്കിയിരുന്ന കല്ല് വരെ, റബിൾ വരെ നാം അവിടെ നിന്ന് മാറ്റിയിരിക്കണം. അങ്ങനെ മാത്രമേ നാം പഴയ വീട് വാങ്ങിച്ച സ്ഥലത്ത് പുതിയ വീട് വയ്ക്കുവാൻ പാടുള്ളൂ. അതേസമയം ആ പഴയ വീടിൽ ആ വീടിൻ്റെ ഓണർ തന്നെയാണ് വീട് വയ്ക്കുന്നുവെങ്കിൽ ആ ഫൗണ്ടേഷൻ മാറ്റേണ്ട കാര്യമില്ല. പക്ഷേ ആ വീട് ഡിസ്മാൻഡിൽ ചെയ്യുമ്പോൾ ആ വീടിൽ എന്തെങ്കിലും പഴയ, അതായത് വയസ്സായ ആൾക്കാർ വല്ല ഇരിപ്പുണ്ടോ എന്ന് നോക്കണം. അതായത് ഗൃഹനാഥൻ്റെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ ഗൃഹനാഥൻ്റെ ഭാര്യയുടെ അച്ഛനും അമ്മയും, ഈ 4 പേരിൽ ആരെങ്കിലും അവിടെ ഒരു 70 വയസ്സ് കഴിഞ്ഞ് താമസിക്കുന്നു എങ്കിൽ അവരുടെ അനുവാദം മേടിച്ചതിന് ശേഷം മാത്രമേ ആ വീട് പൊളിക്കാൻ പാടുള്ളൂ. ഇന്നത്തെ കാലത്തൊരു വീട് വയ്ക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസകരമായ കാര്യം തന്നെയാണ്. അത് സ്വപ്നം തന്നെയാണ്. കാരണം അതൊക്കെ പൊളിക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ഇരിക്കുന്ന കാരണവരുടെ അനുവാദം മേടിക്കണം. അവർ ചിലപ്പോൾ പറയും, അന്ന് പൊളിച്ച് നമുക്കൊരു വീട് നന്നാക്കിക്കൂടെ എന്ന് ചോദിക്കുകയാണെങ്കിൽ പെട്ടെന്ന് അവരുടെ നിന്ന് വരുന്ന മറുപടി ഇതൊക്കെ പോരെ, അല്ലെങ്കിൽ ഞാൻ മരിക്കുന്നവരെ ഇങ്ങനെയൊക്കെ തന്നെ മതി എന്നൊക്കെ പറയുന്നതുണ്ട്. അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അത് പൊളിക്കാതിരിക്കുക. അപ്പോൾ ചോദിക്കുക, നിങ്ങൾ പൊളിച്ചാൽ എന്ത് സംഭവിക്കും? അങ്ങനെ ഒരുപാട് സംഭവിച്ചിട്ടുള്ളത് കൊണ്ടാണ് ഞങ്ങളിങ്ങനെ ഒരു ഉപദേശം തരുന്നത്. കഴിയുന്നതും അങ്ങനെ ഒരു അനുവാദത്തോട് പൊളിക്കുന്നതായിരിക്കും നല്ലത്. ചില വീടുകൾ പകുതി ഓട് കാണും, പകുതി ടെറസ് കാണും. അല്ലെങ്കിൽ മുഴുവൻ ആയുള്ള ഓട് വീടിനെ പകുതി ടെറസാക്കാനായിട്ട് ശ്രമിക്കുന്നവരുണ്ട്. അത് പഴയ കാലമായിരുന്നു. ഇപ്പോഴങ്ങനെ വീടുകളുടെ എണ്ണം കുറഞ്ഞു വരുന്നു. എങ്കിലും അങ്ങനെ ആ ഓട് വീടിനെ ടെറസാക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. അതിൽ നിന്നും വരുന്ന പ്രധാനപ്പെട്ട ഉത്തരം, കഴുക്കോൽ മുതലായവ മുറിക്കുമ്പോൾ ശ്രദ്ധിക്കണം. അങ്ങനെ മുറിക്കുമ്പോൾ മുകളിൽ നിന്നും വരുന്ന ആ കഴുക്കോലുകൾ എത്ര എണ്ണം ഉണ്ട് എന്നുള്ളത് എണ്ണണം. അത് മുറിക്കാതെ തന്നെ അത് ആ വരുന്ന എൻഡിൽ നിന്നും അടുത്ത ആ പുതിയ കൺസ്ട്രക്ഷൻ ആരംഭിക്കുന്നതായിരിക്കും നല്ലത്. ചുരുക്കം പറഞ്ഞാൽ അത്തരം കഴുക്കോലുകൾ മുറിക്കുന്നത് ആ വീട്ടിലുള്ള മുതിർന്ന ആൾക്കാരെയോ ചിലപ്പോൾ ഗൃഹനാഥനെ വരെ അത് ബാധിച്ചിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾ നാം ശ്രദ്ധിക്കുന്നത് പുതിയ വീട് വയ്ക്കുമ്പോൾ പുതിയ വീട് വെച്ചതിന് ശേഷമുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കും.
ഇത് ധാരാളം നമ്മുടെ നോർത്ത് കേരളയിലും സൗത്ത് കേരളയിലും ഒരുപാട് അനുഭവങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നത്. അതുകൊണ്ട് പഴയ വീട് വാങ്ങിച്ച് പുതിയ വീട് വയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിൽ ധാരാളം ജീവൻ അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ആ ജീവനെ നമ്മൾ നശിപ്പിക്കുവാൻ ശ്രമിക്കരുത്. സ്വപ്നക്കൂട് സീസൺ 5 ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ആദ്യം കണ്ടത് കൊടുങ്ങല്ലൂരുള്ള 5000 സ്ക്വയർ ഫീറ്റ് പൊന്നം പടിക്കൽ ഹൗസാണ്. 2 നിലയിലായിട്ട് 5 ബെഡ്റൂംസ് ആണ് ഈ വീടിനുള്ളത്. ഈ വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂമാണ് എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു ബെഡ്റൂം. വളരെ എലഗൻ്റ് ആയിട്ട് ഹോം തിയേറ്ററും കൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്തായിരുന്നു ഈ മാസ്റ്റർ ബെഡ്റൂം ഡിസൈൻ ചെയ്തിരുന്നത്. ഈ ഒരു ബെഡ്റൂമും ലേറ്റർ കണ്ട വാസ്തു ടിപ്സും ഒക്കെ നിങ്ങളുടെ സ്വപ്ന ഭവനം ഒരുക്കാൻ നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സ്വപ്നക്കൂട് സീസൺ 5 ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു.